IPL നേരത്തെ തന്നെ പുറത്തായ ടീമാണ് രാജസ്ഥാൻ റോയൽസ്. അവരെ സംബന്ധിച്ച് ഇനി ഒരു 2 മത്സരം ബാക്കിയുള്ള സമയത്ത് നമ്മൾ ചർച്ചയിൽ പറഞ്ഞത് ഇനിയുള്ള മത്സരങ്ങൾ വിജയിച്ച ആരാധകർക്ക് എന്തെങ്കിലും പ്രതീക്ഷ അല്ല ഒരു ആശ്വാസം നൽകുക എന്നുള്ള രീതിയിൽ നമ്മൾ ചിന്തിച്ചു. അതെ അതെ, അടുത്ത സീസണിൽ ഒരു തിരിച്ചുവരവ് എന്നുള്ള ഒരു പ്രതീക്ഷയും കൊടുക്കാന്നുള്ളത്. പക്ഷെ പഞ്ചാബിനെതിരെ ഒരു അതായത് ഒരു ജയിക്കാവുന്ന ഒരു മത്സരം, ഒരു അതെ അതെ അവരുടെ ഒരു പ്രകടനം അതുപോലെ തന്നെ പുറത്തെടുത്ത്, പ്രത്യേകിച്ച് എതിർ ടീമിന്റെ വിക്കറ്റുകൾ 34 റൺസ് എടുക്കുന്നതിനിടെ 3 വിക്കറ്റ് ഇവർ വീഴ്ത്തുന്നുണ്ട്. നമുക്കറിയാം പഞ്ചാബിനെ സംബന്ധിച്ച് അവരുടെ ടോപ്പ് ഓർഡർ ഒരു ടീമിന്റെ ശക്തിയായിട്ടുള്ള ഒരു ടീമാണ് പഞ്ചാബ്. ആ ടീമിനെതിരെ 3 വിക്കറ്റുകൾ പെട്ടെന്ന് വീഴ്ത്താൻ കഴിയുന്നുണ്ട്. എന്നിട്ട് ഒരു 220 റൺസിലേക്ക് അവർ എത്തുന്ന രണ്ടാമത്തെ ഇവർ ബാറ്റിങ്ങിൽ വരുന്ന സമയത്ത് 8 ഓവറിൽ തന്നെ 100 റൺസ്, 8ാമത്തെ ഓവറിൽ തന്നെ 100 റൺസ് തികയ്ക്കുകയും എന്നിട്ട് പരാജയപ്പെടുകയും ചെയ്യുന്ന ഒരു അവസ്ഥ. അതായത് ടോപ്പ് ഓർഡർ മികച്ച രീതിയിൽ ബോളിങ്ങിൽ ഏറ്റവും അവരുടെ പഞ്ചാബിന്റെ ടോപ്പ് ഓർഡറിനെ ഏറ്റവും മോശം പ്രകടനം കാഴ്ചവെക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിക്കുന്നു. അതോടൊപ്പം രാജസ്ഥാന്റെ ടോപ്പ് ഓർഡർ മികച്ച രീതിയിൽ ബാറ്റ് വീശുന്നു. പക്ഷെ മധ്യനിര പാളുന്ന സമയത്ത് അവിടെ മധ്യനിര മികച്ച പ്രകടനം നടത്തുന്നു. എനിക്ക് തോന്നുന്നു 4 മുതൽ 7 വരെയുള്ള താരങ്ങൾ നേടിയ 180 റൺസ് പഞ്ചാബിന് വേണ്ടി നേടിയ 180 റൺസ് റെക്കോർഡാണെന്ന് തോന്നുന്നത്. കാരണം 2020 മുംബൈ നേടിയ ഒരു റെക്കോർഡ് 174 റൺസിന്റെ റെക്കോർഡാണ്. മധ്യനിര ബാറ്റർമാരുടെ ഒരു റൺസ് സ്കോർ ചെയ്യുന്നതിൽ ഒരു റെക്കോർഡാണ് പഞ്ചാബ് കുറിച്ചിട്ടുള്ളത്. എനിക്ക് ഈ പഞ്ചാബിലെ രാജസ്ഥാന്റെ ഇന്നലത്തെ മത്സരത്തെ കുറിച്ച് കാര്യമായിട്ടൊന്നും പറയാനുണ്ട്. പക്ഷെ എടുത്ത് പറയേണ്ട ഒരു കാര്യം, സഞ്ജുവിന്റെ തിരിച്ചുവരവാണ് നമ്മൾ കണ്ടത്. പക്ഷെ സഞ്ജു തിരിച്ചുവരവിൽ 16 പന്തിൽ 20 റൺസ് എടുത്ത് ഒരു ബൗണ്ടറി, ഒരു 6 നേടി 125 താരത്തിന്റെ സ്ട്രൈക്ക് റേറ്റ്. ഒരു നിരാശപ്പെടുത്തുന്ന ഒരു പ്രകടനം തന്നെ, പ്രത്യേകിച്ച് ടോപ്പ് ഓർഡറിൽ ജയ്സ്വാളും വൈഭവ് സൂര്യവംശിയും നമ്മൾ പ്രതീക്ഷയോടെ കാത്തിരുന്നതാണ്. സഞ്ജു പിന്നെ പരിക്കേറ്റ് പുറത്തായ മത്സരം നമുക്കറിയാം, നല്ല രീതിയിൽ മികച്ച രീതിയിൽ ബാറ്റ് ചെയ്യുമായിരുന്നു ഡൽഹിക്കെതിരെ. അപ്പോഴാണ് പരിക്കേറ്റ് പുറത്തു പോകുന്നത്. സഞ്ജു ഈ പരിക്കോടെയാണ് ഈ സീസൺ തുടങ്ങിയത്. പിന്നെ ഇമ്പാക്ട് പ്ലെയർ ആയിട്ടാണ് ഇറങ്ങിയത്, അർദ്ധ സെഞ്ചുറി നേടുന്നു. ഒരു മികച്ച തുടക്കം എന്ന് വേണമെങ്കിൽ പറയാൻ വേണ്ടി പറ്റും. പിന്നീട് പരിക്കും പിന്നെ ടീമിന്റെ മോശം പ്രകടനം എല്ലാം അദ്ദേഹത്തെ ബാധിച്ചിട്ടുണ്ടെന്ന് തന്നെ പറയാം. ഇടയ്ക്ക് ടീമിൽ പല അസ്വാരസ്യങ്ങളും ഉണ്ടെന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നു. അപ്പോഴൊക്കെ നമ്മൾ സഞ്ജുവിൻ്റെ പ്രകടനം, സഞ്ജു എന്തായിരിക്കും നോക്കിയപ്പോൾ ആ പരിക്ക് പറ്റിപ്പോയി. അപ്പോൾ തിരിച്ചു വരുമ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞാൽ തന്നെ കഴിഞ്ഞ വർഷം പറഞ്ഞത് അടുത്ത 2 മത്സരങ്ങൾ വരുമ്പോൾ സഞ്ജു ഉണ്ട്, സഞ്ജുവിൻ്റെ പ്രകടനം നോക്കാം, സഞ്ജുവിൻ്റെ കീഴിലിറങ്ങുമ്പം രാജസ്ഥാൻ വിജയ് തിരിച്ചെത്തുന്നൊക്കെ ആയിരുന്നു. പക്ഷേ സഞ്ജുവിന് തിരിച്ചെത്തുന്നാലും നമ്മുടെ മധ്യനിരയും ഫിനിഷർമാരും കളി കൊണ്ട് തീർക്കുന്നത് രാജസ്ഥാനെ തീർക്കുകയാണെന്നില്ല, അതിൽ യാതൊരു മാറ്റവും വന്നില്ല. അത് തന്നെയാണ് കണ്ടത്. ഇന്നലെയും എല്ലാം ഇപ്പം രാജസ്ഥാൻ്റെ ബൗളിംഗ് പരിശീലകൻ തന്നെ കോച്ചിങ് സ്റ്റാഫിനെ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവസാനം 5 ഓവർ കൊണ്ട് കളി തോക്കുന്ന ടീമാണ്. മത്സരത്തിൽ 35 ഓവറും രാജസ്ഥാനായിരിക്കും ആധിപത്യം, അവസാനം 5 ഓവറിൽ കൊണ്ട് കളി തീർക്കും. ആ രീതി തന്നെയാണ് ഇന്നലെയും വന്നത്. നമുക്കറിയാം അത് ഇന്നലെയും തോറ്റത് എന്തുകൊണ്ടാണ് ഈ പറഞ്ഞാൽ സൈഫ് പറഞ്ഞാൽ തന്നെ ഓപ്പണർമാർ ഭേദപ്പെട്ട തുടക്കം നൽകുന്നു. സഞ്ജുവിൻ്റെ ഒരു ഇന്നിങ്സ് മാറ്റി വെച്ചിട്ട് പോയി കഴിഞ്ഞാലും ഇതായി പോകുന്നു. പക്ഷേ ഇതെല്ലാം ഈ തോൽവിയല്ലാതെ വന്ന് നിൽക്കുമ്പോൾ നമ്മൾ സഞ്ജു എന്തായി, ഇന്നലെ കളി കാണാത്തവരായാലും ലാസ്റ്റ് ഒക്കെ സഞ്ജുവിൻ്റെ സ്കോർ എങ്ങനെയാണ്, സഞ്ജു കളിച്ചോ, സഞ്ജുവിന് എന്താണ്, നമുക്കിനി അറിയാനുള്ളത് സഞ്ജുവിൻ്റെ കളി എന്തായിരിക്കും, സഞ്ജു എന്ത് ചെയ്യുന്നു. കാരണം നമ്മൾ ഈ സീസൺ മുന്നേ പറഞ്ഞിരുന്നു ഈ IPL വെച്ചിട്ടാണ് സഞ്ജുവിൻ്റെ ഇന്റർനാഷണൽ കരിയർ മുന്നോട്ടുള്ള പോകുന്നത്. അതാണ് സഞ്ജു നോട്ടം. നമ്മൾ ഇതിനിടയ്ക്ക് തന്നെ വിക്കറ്റ് കീപ്പർമാർ വെച്ച് ചർച്ച ചെയ്തിരുന്നു. അപ്പോഴൊക്കെ നോക്കുന്നു സഞ്ജുവിൻ്റെ സ്ഥാനം എന്താകുന്നില്ലാണ്. പക്ഷെ ഇത് ഞാൻ പറയുന്ന സമയത്തെ ഇപ്പൊ നമ്മൾ മറ്റുള്ള താരങ്ങളുടെ പ്രകടനം വെച്ചിട്ട് വിലയിരുത്തണം. എനിക്ക് തോന്നുന്നത് സഞ്ജു മോശം പ്രകടനം നടത്തുന്നതല്ല, സഞ്ജു ഒരു ശരാശരി ഒരു ഭേദപ്പെട്ട ഒരു പ്രകടനം നടത്തുന്നുണ്ട്. പക്ഷെ അതിനേക്കാൾ മികച്ച പ്രകടനം മറ്റുള്ള താരങ്ങൾ നടത്തുന്നില്ല. ഞാൻ ആ കണക്ക് വേണമെങ്കിൽ ഒന്ന് പറയാം. ഇപ്പോൾ സായ് സുദർശൻ 509 റൺസ് നേടിയിട്ടുണ്ട്, 46 ശരാശരി, 150 മുകളിൽ സ്ട്രൈക്ക് റേറ്റ് ഉണ്ട്. അതുപോലെ തന്നെ ശുഭ്മാൻ ഗില്ല് 500 റൺസിലധികം നേടിയിട്ടുണ്ട്, യശസ്വി ജയ്സ്വാൾ 500 റൺസിലധികം നേടിയിട്ടുണ്ട്. ഇവരുടെ എല്ലാവരുടെയും സ്ട്രൈക്ക് റേറ്റ് 150 മുകളിലാണ്. മാത്രമല്ല ഇപ്പോൾ ഈ സീസണിൽ പഞ്ചാബിന് വേണ്ടിയിട്ട് ഏറ്റവും നല്ല പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുന്ന 2 താരങ്ങൾ പ്രഭ് സിമ്രാൻ സിംഗും അതുപോലെ തന്നെ പ്രിയാൻ ഷാരിയും. ഇവർ രണ്ടുപേരുടെയും സ്ട്രൈക്ക് റേറ്റ് പ്രഭ് സിമ്രാൻ സിംഗിന്റെ 170 മുകളിലാണ്, പ്രിയാൻ ഷാരിയുടെ 190-ാണ്. അതേസമയം ഇതൊക്കെ വിലയിരുത്തുന്ന സമയത്ത് സഞ്ജു നേടിയിട്ടുള്ളത് 244 റൺസാണ്. മാത്രമല്ല 8 മത്സരങ്ങൾ കളിച്ചിട്ടുള്ളൂ. അത് നമ്മൾ അതിലേക്ക് വരുന്നുണ്ട്, ആ കണക്കിലേക്ക് നമ്മൾ വരുന്നുണ്ട്. പക്ഷെ സ്ട്രൈക്ക് റേറ്റ് 141. അതായത് ഒരു ഇന്നത്തെ ഒരു T20 മാറി വരുന്ന ഒരു സാഹചര്യത്തിൽ നമുക്കറിയാം T20 140-150 അത്ര മോശം സ്ട്രൈക്ക് റേറ്റ് അല്ല, അത് നമുക്കറിയാം. പക്ഷെ മാറി
മാറി വരുന്ന ഒരു സാഹചര്യം ഉണ്ട്. പ്രത്യേകിച്ച് പ്രിയൻഷാരി ആവറേജ് കുറവാണെങ്കിലും 29 ആവറേജ് എങ്കിലും താരത്തിന്റെ സ്ട്രൈക്ക് റേറ്റ് 190. ഇപ്പൊ പവർ പ്ലേയില് ഒരു ടോപ്പ് ഓർഡർ ഉള്ള താരങ്ങൾ ഒരു ലോങ് ഇന്നിങ്സ് കളിക്കണം എന്ന് പുതിയ T20 ഡിമാൻഡ് ചെയ്യുന്നില്ല. അതെ, ഓരോരുത്തരും അവരവരുടെ ഉത്തരവാദിത്തത്തിൽ കളിക്കുക എന്നുള്ള ഒരു രീതിയിലേക്ക് മാറുന്നുണ്ട്. അതായത് ഓപ്പണിങ്ങിൽ പവർ പ്ലേനെ എങ്ങനെ ഏറ്റവും നന്നായി യൂട്ടിലൈസ് ചെയ്യുന്ന താരങ്ങൾ ഇപ്പോൾ ഗുജറാത്തിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതായത് അവർ വിക്കറ്റ് നഷ്ടപ്പെടാതെ ലോങ് ഇന്നിങ്സ് കളിക്കുന്നുണ്ട്. അവർ വേറൊരു ശൈലിയിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സായി സുദർശനാണ് ഈ കാര്യത്തിൽ സ്ട്രൈക്ക് മൊത്തത്തിൽ ഒരു ഒരു ഇനി ഒരു ഇന്ത്യൻ T20യിലേക്ക് അവസരം ലഭിക്കാനൊക്കെ ഉള്ള ഒരു സാധ്യതയൊക്കെ അത് മാത്രമല്ല മറുവശത്ത് സിമ്രാൻ സിംഗും അതുപോലെ തന്നെ ഒരു നല്ല പ്രകടനം കാഴ്ചവെക്കുന്നുണ്ടെന്നുള്ള. അപ്പൊ ഇവരൊക്കെ ഇത്രയും വളരെ അഗ്രസീവായിട്ട് വളരെ എക്സ്പ്ലോസീവായിട്ട് ബാറ്റ് ചെയ്യുന്ന സമയത്ത് സഞ്ജുവിന് ഈ ഒരു സ്ട്രൈക്ക് റേറ്റ് വെച്ചിട്ട് ഭാവി തന്റെ സ്ഥാനം അങ്ങനെ തുടരാൻ കഴിയും. അല്ല, നമുക്ക് സഞ്ജുവിന്റെ ഈ ഒരു പ്രകടനം മാത്രമല്ല, നമുക്ക് സഞ്ജുവിന്റെ ഇന്ത്യൻ ടീമിന്റെ സ്ഥാനം നമുക്ക് എന്നും അറിയാം. എന്നും ഒരു ചോദ്യചിഹ്നം മാത്രമായിരുന്നത്. സഞ്ജു സെഞ്ചുറി അടിച്ച് തുടർ സെഞ്ചുറി അടിച്ച് നിൽക്കുമ്പോൾ നമ്മൾ അടുത്ത മത്സരത്തിൽ സഞ്ജു കളിക്കുമോ, പ്ലേയിങ് 11 ടോസ് ചെയ്യാൻ വരുമ്പോൾ പ്ലേയിങ് 11 പ്രഖ്യാപിക്കുമ്പോൾ മാത്രമേ നമ്മൾ സഞ്ജു ഉണ്ടെന്ന് ഉറപ്പിക്കാൻ വേണ്ടി പറ്റാറുള്ളൂ. സഞ്ജുവിന് കാലങ്ങളായിട്ടുള്ളൊരു ഒരു വിധി, അല്ലെങ്കിൽ സഞ്ജുവിന്റെ വിധി തന്നെ പറയാം, അത് അങ്ങനെ ആയിരുന്നു. അത് സഞ്ജു മികച്ച രീതിയിൽ കളിക്കുന്ന സമയത്തൂടെയാണ്. ഇപ്പോൾ സൈഫ് പറഞ്ഞത് സഞ്ജു ഇപ്പോഴും മികച്ച രീതിയിൽ കളിക്കുന്നത്. T20ക്ക് വേണ്ടി നമുക്കറിയാം മികച്ച രീതിയിൽ തന്നെയാണ്. പക്ഷേ സഞ്ജുവിനേക്കാൾ മികച്ച രീതിയിൽ കളിക്കുന്നത്, അതിനേക്കാൾ നല്ല രീതിയിൽ കളിക്കുന്ന താരങ്ങൾ വരുമ്പോൾ ഈ ഒരു സാധനം വെച്ചുകൊണ്ട് സഞ്ജു ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാൻ വേണ്ടി നമുക്ക് പറ്റില്ല. കാരണം സഞ്ജുവിന് ഒന്നാമതൊരു തഴയലുണ്ടെന്ന് ഒരു പരസ്യമായ രഹസ്യം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അങ്ങനെ ഇപ്പൊ ഇന്നലത്തെ മത്സരം നോക്ക്. ഇന്നലത്തെ മത്സരത്തിൽ എനിക്ക് തോന്നുന്നു സഞ്ജു അവിടെ ഓപ്പണറായിട്ട് കളിച്ചുകൊണ്ടിരുന്ന താരമാണ്. സഞ്ജു കളിക്കാറുണ്ടായിരുന്നു. പക്ഷെ വൈഭവ് സൂര്യവംശി വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് സഞ്ജു പറയുന്നത് ഞാൻ സൂര്യവംശി നന്നായി കളിക്കുന്നുണ്ട്, ഞാൻ ഓർഡർ താഴേക്കാണ് ഇറങ്ങി കളിക്കുന്നത്, നിതീഷ് റാണക്ക് പകരമാണ് ഞാൻ വരുന്നത് എന്ന് സഞ്ജു പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട് ഈ മത്സരത്തിന്റെ മുമ്പ്. അപ്പോ അങ്ങനെ വെക്കുന്ന സമയത്ത് ഇത് രാജസ്ഥാന്റെ മാത്രം കാര്യം. നമ്മൾ ഇനി ഇന്ത്യൻ ടീമിലേക്ക് വരുന്ന സമയത്ത് ഒരു പിടി താരങ്ങളാണ്. ഇതിലിപ്പോ നമ്മൾ ഈ പറഞ്ഞ പേരല്ലാത്ത താരങ്ങളുണ്ട്. ഇപ്പൊ അഭിഷേക് പോരലിനെ പോലുള്ള താരങ്ങൾ, അങ്ങനെ ഒരു പുതിയ താരങ്ങൾ വളർന്നു വരുന്നു. ടോപ്പ് ഓർഡറിൽ പ്രത്യേകിച്ച് വിക്കറ്റ് കീപ്പർമാര് അത്യാവശ്യം വളർന്നു. അതെ, ഇങ്ങനെ വളർന്നു വരുന്ന സമയത്ത് ഈ ഒരു നമുക്കറിയാം ഇപ്പൊ സഞ്ജുവിന്റെ കളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലാസ് ആണ്. ഒരു ക്ലാസിക് ക്രിക്കറ്റിന്റെ ഒരു നല്ല ഉദാഹരണമാണ്. പല ഷോട്ടുകളും ഈ സ്ട്രൈക്ക് റേറ്റ് ഒക്കെ അതിനോട് നീതി പുലർത്തുന്നതാണ്. ആ ഒരു കളി കാണുന്നതിന് ഒരു ഭംഗി തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷെ ഇപ്പോ എനിക്ക് തോന്നുന്നു മോഡേൺ മോഡേൺ T20 ക്രിക്കറ്റ് ഭംഗിനേക്കാളും കൂടുതൽ എനിക്ക് തോന്നുന്ന ഒരു അഗ്രസീവ് ആയിട്ടുള്ള ഷോട്ടുകൾ എങ്ങനത്തെ ചിലപ്പോൾ സഞ്ജു പിന്നിലല്ല. പക്ഷെ ഇതൊക്കെ സഞ്ജു ഇതിലൊന്നും മോശമാണെന്നല്ല, അതിനേക്കാൾ മികവോടെ താരങ്ങൾ വരുന്നു എന്നുള്ള അതിലാണ് പോയിന്റ് വരുന്നത്. ഇപ്പൊ പറഞ്ഞാൽ തന്നെ ഈ താരങ്ങൾ വരുമ്പോൾ ഞാനും പറഞ്ഞു വെച്ചതാണ്, ഈ രീതിയിൽ വരുമ്പോൾ ഇത്രയും താരങ്ങൾ വരുമ്പോൾ എന്തായാലും സെലക്ടർമാരുടെ മുന്നിൽ ഇത്രയും ഓപ്ഷൻ വരുമ്പോൾ പിന്നെ എന്തിന് സഞ്ജു എന്നൊരു ചോദ്യം അവിടെ വരും. അത് ഇത് സെലക്ടർമാർ എടുക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒന്ന് ആവറേജ് ആണ്. ആവറേജ് സഞ്ജു അത്ര മോശമൊന്നല്ല. പക്ഷെ ഒരു ഇന്ത്യൻ ക്രിക്കറ്റ് അത് മറ്റുള്ള മുന്നിലുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു കാര്യം, എടുത്തു പറയേണ്ട കാര്യം. പിന്നെ ഇപ്പൊ നിങ്ങൾ സ്ഥിരത, അത് നമുക്ക് നോക്കണം. സഞ്ജുവിന്റെ കാര്യത്തിൽ ഇപ്പം പറഞ്ഞ സ്ഥിരതയില്ലാത്ത താരം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ IPL നോക്കിയാൽ നമുക്ക് പരിക്കിന്റെ പല ഘടകങ്ങളുണ്ട്, പല പ്രശ്നങ്ങളുണ്ടാവും. പക്ഷെ താരത്തിന് സ്ഥിരത വരുമ്പോൾ അതും പ്രശ്നം വരുമല്ലോ. അപ്പം വീണ്ടും വരുമ്പോൾ സഞ്ജുവിന് വീണ്ടും ഒരു ഡീമെറിറ്റ് ആണ് വരുന്നത്. ഈ അടുത്ത നമ്മൾ ഈ രാജസ്ഥാന്റെ മത്സരമല്ല പറയുന്നത്, ഇന്ത്യൻ ടീമിലേക്ക് നോക്കിയിട്ട് പറയുന്നത് സെലക്ടർമാരത്തേക്ക് വരുമ്പോൾ വീണ്ടും ഒരു ഡീമെറിറ്റ് പോയിന്റാണ് സഞ്ജുവിന് കിട്ടുന്നത്. അപ്പോൾ വീണ്ടും സഞ്ജുവിന് അതൊരു വീണ്ടും തിരിച്ചടി തന്നെ പറയേണ്ടി വരും ഈ രീതിയിൽ വരുമ്പോൾ. ഇന്നലത്തെ അവസരത്തിൽ ഇപ്പോൾ മികച്ച രീതിയിൽ ഒരു അർദ്ധ സെഞ്ചുറി ഒക്കെ നേടി തിരിച്ചു വരാൻ വേണ്ടി പറ്റിയിരുന്നെങ്കിൽ ചിലപ്പോൾ സഞ്ജുവിൻ്റെ കാര്യത്തിൽ മാറ്റം വന്നേനെ. അതിലും സംശയമാണ്. കാരണം ഈ പറഞ്ഞ പേരുകളെല്ലാം അപ്പോഴും സഞ്ജുവിൻ്റെ മുന്നിൽ തന്നെയാണ് നിൽക്കുന്നത്. അതിനും റണ്ണടിക്കുന്ന താരങ്ങളൊക്കെ അതിന് മുന്നിൽ ഉണ്ടാകുമ്പോൾ സഞ്ജുവിന് കുറച്ചധികം കൂടി കഷ്ടപ്പെടേണ്ടി വരും എന്നാണ് തോന്നുന്നത്. അപ്പോ നമ്മളിപ്പോ ഈ പറയുന്ന കൂട്ടത്തിൽ നിങ്ങൾ നേരത്തെ പറഞ്ഞ സഞ്ജു 8 മത്സരങ്ങളാണ് കളിച്ചിട്ടുള്ളത്. ഈ സെലക്ടേഴ്സ് ആവറേജ് അതുപോലെ തന്നെ സ്ട്രൈക്ക് റേറ്റ് ഇങ്ങനെയുള്ള ഒരു ഇതിനെ കൂടെ ഒപ്പം നോക്കുന്നത് മറ്റൊരു കാര്യമാണ് ഇമ്പാക്ട്, ടീമിനായിട്ട് ഇമ്പാക്ട് ഉണ്ടാക്കുന്ന ഇന്നിങ്സ്. ഇപ്പൊ ജുറലിന്റെ കാര്യം പറയാന്ന് വെച്ചാൽ ജുറൽ ഒരുപാട് റൺസ് സ്കോർ ചെയ്തിട്ടുണ്ട്. പക്ഷെ ടീമിന് വേണ്ടിയിട്ട് ഒരു ഇമ്പാക്ട് ആവശ്യമുള്ള സ്ഥലത്ത് ഇപ്പൊ അദ്ദേഹത്തിന്റെ റൺസ് ഒക്കെ നോക്കുന്ന സമയത്ത് 30 ഗോളുണ്ട്, നല്ല സ്കോർ. പക്ഷെ ഇങ്ങനെ ഒക്കെ ഇപ്പൊ ഇന്നലെ കഴിഞ്ഞ മത്സരത്തിൽ പോലും ആ രീതിയിലാണ്. പക്ഷെ ഒരു ടീമിന് വേണ്ടി ഒരു ഇമ്പാക്ട് ഉണ്ടാക്കുന്ന ഒരു ഇന്നിങ്സ് വരുന്നില്ല. സഞ്ജുവിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ സഞ്ജു 8 മത്സരങ്ങളാണെങ്കിൽ ആകെ 50+ സ്കോർ അല്ലെങ്കിൽ 50-ലധികം റൺസ് നേടിയിട്ടുള്ളത് ഒറ്റ തവണ മാത്രമാണ്. അതായത്
കൺസിസ്റ്റൻസി റേഷ്യോ വെച്ച് നോക്കുന്ന സമയത്ത് 12.5% നമുക്ക് കൺസിസ്റ്റൻസി തോന്നുന്നത്. പക്ഷെ അതേസമയം ഗില്ല് 11 മത്സരങ്ങളിൽ 550+ സ്കോറുകൾ, സായ് സുദർശൻ ഇതുപോലെ തന്നെ 550, ജയ്സ്വാൾ 13 മത്സരങ്ങളിൽ 650, പ്രഭ്സിമ്രാൻ സിംഗ് 12 മത്സരങ്ങളിൽ 450, പ്രിയാൻ ഷാരി മാത്രമാണ് കുറച്ച് കുറവുള്ളത്, 12 മത്സരങ്ങളിൽ 250 ഇതായിട്ടുള്ളത്. പക്ഷെ അദ്ദേഹത്തിന്റെ ഒരു റേഷ്യോ പോലും 16% സഞ്ജുവിന്റെ മുകളിലാണ്. അപ്പൊ സഞ്ജു 12 അതെ, സഞ്ജു 12%. ഈ പട്ടിക ഏറ്റവും അവസാനം സഞ്ജു തന്നെയാണ്. കൺസിസ്റ്റൻസിയുടെ പ്രശ്നം സഞ്ജുവിനെ എപ്പോഴും പറയുന്നതാണ്, അത് ഇപ്പോഴും തുടരുകയാണെന്നില്ലാണ് ഇരുന്നത്. കാരണം അതിനേക്കാൾ മികച്ച രീതിയിൽ താരങ്ങൾ വരുന്നു, അപ്പോൾ സഞ്ജു അവിടെ പിന്നോട്ട് വലിക്കപ്പെടുകയാണ്. അപ്പൊ ഇങ്ങനെ ഈ ഒരു കണക്കുകളൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് സഞ്ജുവിനെ സംബന്ധിച്ച് ഒരു മോശം IPL സീസൺ ആണ്, തന്റെ കരിയറിൽ ഒരു മോശം IPL സീസൺ ആണ് ഇത്തവണ. അത് പ്രകടനത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല, പരിക്ക് എന്ന് പറയുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ സഞ്ജു തുടക്കത്തിലെ പരിക്കേറ്റ് ആദ്യ 3 മത്സരങ്ങളിൽ ക്യാപ്റ്റൻസി ഇല്ലാതെ, അതായത് ബാറ്റിംഗ് റോളിൽ മാത്രമാണ് കളിച്ചത്. അതോടൊപ്പം തന്നെ ഒരു എനിക്ക് പരിക്ക് പറ്റിയിട്ട് വിക്കറ്റ് കീപ്പർ കൂടി ആയതുകൊണ്ട് സഞ്ജുവിനെ സംബന്ധിച്ച് ഒരു ഫുൾ ഇതിനകത്ത് ഫീൽഡിൽ ഒരു ഫുൾ മുഴുവനായിട്ട് ഒരു സംഭാവന കൊടുക്കാൻ ആദ്യ 3 മത്സരങ്ങളിൽ കഴിഞ്ഞിട്ടില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ആണ് അദ്ദേഹം തിരിച്ചു വന്ന് കുറച്ച് മത്സരങ്ങൾ ടീമിൽ നയിക്കുകയും ഒരു പോസിറ്റീവ് ആദ്യ മത്സരം വരെ തിരിച്ചു വരവിൽ ആദ്യ മത്സരം തന്നെ പഞ്ചാബിനെതിരെ മികച്ചൊരു വിജയം നേടുന്നുണ്ട്. പക്ഷെ പിന്നീട് ഇതുപോലെ ഒരു നിർണായകമായ മത്സരത്തിൽ സഞ്ജു പരിക്കേറ്റ് മടങ്ങുന്നു. അപ്പൊ ഒരു വിശ്വസിക്കാൻ ഈ ഇഞ്ചുറി എന്ന് പറയുന്നത് കൂടി ഒരു കൺസേൺ അല്ലേ? പ്രകടനത്തിന്റെ ഒപ്പം തന്നെ ഇഞ്ചുറിയും കൂടി ഒരു കൺസേൺ ആകില്ലേ? ഈ പറഞ്ഞ നമ്മള് സീസൺ തുടങ്ങുന്ന മുമ്പ് പരിക്ക് പറ്റിയാണ് വരുന്നത്, കളിക്കുന്ന സമയത്ത് പരിക്കുകൊണ്ടാണ് വരുന്നത്. ഈ തുടർ പരിക്കുകൾ പറ്റുന്നത് നമ്മളിപ്പം ഇന്ത്യൻ ടീമിന്റെ കാര്യം പറയുമ്പോൾ ടെസ്റ്റ് ക്യാപ്റ്റൻസിയിൽ ബൂംറയെ മാറ്റി നിർത്തുന്നത് അദ്ദേഹത്തിന് മുഴുവൻ മത്സരം കളിക്കാൻ പറ്റുന്നില്ല, പരിക്കും പ്രശ്നങ്ങളൊക്കെയാണ് വരുന്നത്. ഇതൊരു നിർണായക ഘടകം തന്നെയാണ് താരത്തിന്റെ ഫിറ്റ്നസും പരിക്കും വരുന്നത്. ഇപ്പൊ സഞ്ജുവിന്റെ കേസ് വരുമ്പോൾ ഇപ്പൊ നമ്മളെ പറഞ്ഞ ഈ സൈഫ് പറഞ്ഞ പട്ടികയിൽ ആവറേജിലും പിന്നെ സ്ട്രൈക്ക് റേറ്റിലും സഞ്ജുവിന് മുന്നിൽ ഒരുപാട് താരങ്ങളുണ്ട്. കൺസിസ്റ്റൻസിലും ആ താരങ്ങളൊക്കെ മുന്നിലാണ്. ഈ പറഞ്ഞ ഫിറ്റ്നസും പിന്നെ ഹെൽത്ത് വരുമ്പോൾ അവരതിലും മുന്നിൽ നിൽക്കുമ്പോൾ സഞ്ജുവിന്റെ പേര് എന്തിന് സഞ്ജുവിന് പ്രത്യേക പരിഗണന കൊടുക്കണം, അല്ലെങ്കിൽ സഞ്ജുവിനെ എന്തുകൊണ്ട് നമ്മൾ പിക്ക് ചെയ്യണമെന്ന് കാരണം കാണിക്കാൻ കുറവായിരിക്കും കാണാൻ വരുന്നത്. അല്ലെങ്കിൽ തന്നെ സഞ്ജുവിനെ എടുക്കുന്നില്ല നമ്മൾ പറയുന്നത് സ്ഥിരം കളിക്കുന്ന സമയത്ത്. അപ്പൊ ഇത്രയും താരങ്ങൾ വരുമ്പോൾ അതിലേക്ക് സ്വാഭാവികമായി സെലക്ടർമാർ പോകും. സഞ്ജുവിന്റെ താഴെ തരത്തിൽ സംശയം വരുന്നില്ല. അല്ല, അപ്പൊ അത് മാത്രമല്ല, സഞ്ജു തുടർച്ചയായി ഇന്ത്യൻ ടീമിന് വേണ്ടി കളിച്ചൊരു സമയം ഉണ്ടായിരുന്നു. ആ സമയത്ത് BCCIയുടെ വക്താക്കൾ ഉൾപ്പെടെ പലരും പറഞ്ഞത് 2ാം നിര ടീം. അന്ന് സഞ്ജു സെഞ്ചുറിയും കളിച്ചിരുന്നില്ല. അതെ. അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാല് ഈ IPL സീസൺ എന്ന് പറയുന്നത് സഞ്ജുവിനെ സംബന്ധിച്ച് ഒരു നിർണായകമായിരുന്നു. പക്ഷെ ആ നിർണായകമായിട്ടുള്ള ഒരു സ്ഥലത്ത് മറ്റുള്ള താരങ്ങളെക്കാൾ താൻ മികച്ചവനാണ് എന്ന് തെളിയിക്കാൻ സഞ്ജുവിന് തീർച്ചയായും കഴിഞ്ഞിട്ടില്ല. അതിന് പരിക്കും പ്രശ്നമായിട്ടുണ്ട്. അതുപോലെ തന്നെ ടീമിന്റെ ഒരു പ്രകടനം നമുക്കറിയാം. ഇപ്പൊ ഒരു ടീം അത്ര സെറ്റ് അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ഒരു പ്രശ്നങ്ങളും ഒക്കെ നമുക്കറിയാം. ഇപ്പൊ കഴിഞ്ഞ പല മത്സരങ്ങളിലും സഞ്ജു ആ ഒരു വിഷമമൊക്കെ പുറത്ത് കാണിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ അങ്ങനെ വെച്ച് നോക്കുന്ന സമയത്ത് സഞ്ജുവിനെ സംബന്ധിച്ച് ടീമിന് വേണ്ടി ഒരു ഇമ്പാക്ട് കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല. മാത്രമല്ല പരിക്കും വേട്ടയാടുന്നുണ്ട്. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ സഞ്ജുവിന്റെ കരിയർ വലിയ ഒരു തുലാസിൽ കിടന്ന ആടുകയാണ്. തീർച്ചയായിട്ടും ഇനിയുള്ള മത്സരങ്ങളിൽ എങ്ങനെയാണ് സഞ്ജുവിന്റെ തിരിച്ചു വരുമ്പോൾ സഞ്ജുവിന് ഇനിയുള്ള അവസരം ലഭിക്കും എന്നുള്ളതൊക്കെ മികച്ച രീതിയിൽ പിന്നെ ഉപയോഗിക്കാൻ പറ്റട്ടെ. ഇന്ത്യൻ ടീമിൽ ദേശീയ കൂടി സഞ്ജുവിനെ കാണാൻ വേണ്ടി പറ്റുന്നില്ലാണ്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ സഞ്ജുവിനേക്കാൾ മികച്ച രീതിയിൽ കളിക്കുന്ന നിരവധി താരങ്ങളാണുള്ളത്. അപ്പൊ ഇനി IPL സീസൺ കൂടി കഴിഞ്ഞോട് കൂടിയിട്ട് സഞ്ജുവിനെ അനാവശ്യമായിട്ട് തഴയുന്നു എന്നൊരു കാര്യം കൂടി, അത്തരത്തിലുള്ള ഒരു അവകാശവാദം കൂടി ഉന്നയിക്കാനുള്ള ഒരു സാഹചര്യം കൂടി നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് ആരാധകരെ സംബന്ധിച്ച്. അത് വലിയ നിരാശ ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. പക്ഷെ ഇനിയും അവസരങ്ങൾ കിട്ടട്ടെ എന്ന് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ആ അവസരങ്ങളിൽ സഞ്ജുവിന് മികച്ച പ്രകടനം പുറത്തെടുക്കാൻ കഴിയട്ടെ.